വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട വിപ്ലവമായിട്ടുള്ള ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. അപ്പോൾ കേരള ഹിസ്റ്ററിയുടെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ സിവിക്സിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ആക്റ്റുകളും കാര്യങ്ങളും നമ്മൾ വരുന്ന ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അതിലിട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം വർഷം 1688. മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രക്തരഹിത വിപ്ലവം. രക്തരഹിത വിപ്ലവം. ഈ പോയിന്റ് എല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ വേണ്ടത് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. കൂടുതൽ വാസ്റ്റായിട്ട് പഠിക്കണമെങ്കിൽ പഠിക്കാം, പക്ഷേ കൂടുതലും നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ആപ്ലിക്കബിളായിട്ട് തോന്നുന്നത്. അപ്പം 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ട്യൂഡർ രാജവംശം. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ട്യൂഡർ രാജവംശം. ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തെ തുടക്കം കുറിച്ച വ്യക്തിയാണ് ഹെൻറി ഏഴാമൻ. ആരാണ്? ഹെൻറി ഏഴാമനാണ് ഒരു ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ച വ്യക്തി. സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളുമായിരുന്നു. അപ്പോൾ സ്റ്റുവർട്ട് രാജാക്കന്മാർ ആരാണ്? ഈ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളുമായിരുന്നു. രാജാക്കന്മാരിൽ പ്രധാനികളാണ് ആരൊക്കെ? ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും. ഇവർ രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവദത്തമാണ് എന്ന് ശഠിച്ചിരുന്നു. കൂടാതെ ഇവർ ഇംഗ്ലീഷ് പാർലമെന്റിനെ വകവയ്ക്കാതെ പാർലമെന്റിന് മേൽ എന്ത് ചെയ്തു? ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമങ്ങൾ എന്ത് ചെയ്തു? ഈ രാജാവും പാർലമെന്റും തമ്മിൽ ദീർഘനാളുണ്ടായിരുന്ന ഭരണഘടനാപരമായ തർക്കങ്ങൾക്കൊക്കെ കാരണമാക്കിയിരുന്നു. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഇംഗ്ലണ്ടിൽ എന്തായിരുന്നു? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഒരു ട്യൂഡർ രാജവംശം ഉണ്ടായിരുന്നു. ഈ ഹെൻറി ഏഴാമനാണ് തുടക്കം കുറിച്ചത്. പിന്നീട് സ്റ്റുവർട്ട് രാജാക്കന്മാർ ഈ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളും ആയിരുന്നു. അവരിൽ പ്രധാനികളാണ് ആരൊക്കെ? ജെയിംസ് രണ്ടാമനും ചാൾസ് ഒന്നാമനും. ഇവർ രാജാവിൻ്റെ അധികാരങ്ങൾ എന്തെന്ന് പറഞ്ഞു? ദൈവദത്തമാണ്. ദൈവം തന്നതാണ് ഈ അധികാരങ്ങൾ. അപ്പോൾ ദൈവത്തിനല്ലാണ്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? രാജാവിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാർലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധ്യവർഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു. പാർലമെന്റ് പാസ്സാക്കിയിരുന്ന നിയമങ്ങൾ രാജാവും പാർലമെന്റും തമ്മിലുള്ള ഒരു ഭരണഘടനാപരമായ തർക്കങ്ങൾക്ക് തന്നെ അവിടെ കാരണമാക്കി. ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യങ്ങളെ നിയന്ത്രിച്ചിരുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചത് ആരാണ്? ചാൾസ് ഒന്നാമനാണ്. അപ്പോൾ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കണം, അതിന് വേണ്ടിയിട്ടൊരു ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു. അതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഒപ്പുവെച്ചത് ആരാണ്? ചാൾസ് ഒന്നാമനാണ്. 1628 ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവയ്ക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇത് ലംഘിക്കുകയും പാർലമെന്റ് പിരിച്ചുവിട്ട് 11 വർഷം എന്ത് ചെയ്തു? സ്വേച്ഛാധികാരിയായി ഇംഗ്ലണ്ടിൽ ഭരണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്തു? ഒപ്പുവെച്ചെങ്കിലും അദ്ദേഹം ഇത് ലംഘിച്ചിട്ട് 11 വർഷം അദ്ദേഹം സ്വേച്ഛാധിപതിയായിട്ട് അവിടെ ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു? ഭരണം നടത്തി. എന്നാൽ സ്കോട്ട്ലൻഡുമായിട്ട് യുദ്ധത്തിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ ആവശ്യം വന്നാൽ എന്ത് വേണം? നികുതി വേണം. നികുതിയിലൂടെ നമുക്ക് ഇവർക്ക് പണം കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നു. അങ്ങനെ സ്കോട്ട്ലൻഡുമായിട്ട് യുദ്ധം വരുമ്പോഴാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്ന? പാർലമെന്റ് വിളിച്ചു ചേർത്തിട്ട് പുതിയ നികുതി നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കാനായിട്ട് 1640 ഇത് വിളിച്ചു ചേർക്കുന്നു. അങ്ങനെ രാജാവിൻ്റെ ആധിപത്യത്തിനെതിരായിട്ട് അനേകം നിയമങ്ങൾ നിർമ്മിച്ച ഈ പാർലമെന്റ് 1660 വരെ തുടർന്നു. അപ്പോൾ 1640 തൊട്ട് 660 വരെ തുടർന്ന ഈ ഒരു പാർലമെന്റ് എന്ത് പറയുന്നു? ലോങ് പാർലമെന്റ് എന്ന് പറയുന്നു. പാർലമെന്റും രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും ഇതൊരു ഇംഗ്ലണ്ടിനെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ സമയത്ത് രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് വിഭാഗം എന്ത് ചെയ്തു? വിജയം നേടി. അപ്പോൾ മധ്യവർഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർലമെന്റ് വിഭാഗം രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയം നേടുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് ആര് വരുന്നു? ഒലിവർ ക്രോംവെൽ വരുന്നു. ഒലിവർ ക്രോംവെൽ അധികാരത്തിൽ വരുന്നു. അദ്ദേഹമാണ് ലോർഡ് പ്രൊട്ടക്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത്, അല്ലേ? പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? തന്നെ എതിർത്ത മെമ്പർമാരെയൊക്കെ ഇയാൾ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. ഇദ്ദേഹത്തിന് അനുയായികൾ മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു റം പാർലമെന്റ് അഥവാ അവശിഷ്ട പാർലമെന്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മളിതൊരു കഥ പോലെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് മനസ്സിലൊന്ന് സങ്കല്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെയൊക്കെ സങ്കല്പിച്ച് വെച്ചാൽ ഈ ഒരു കഥ പോലെ നമുക്ക് മൈൻഡിൽ നിൽക്കും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടക്കുന്ന വർഷം 1688.
15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന രാജവംശമായിരുന്നു ട്യൂഡർ രാജവംശം. അത് കഴിഞ്ഞിട്ട് വന്നതാണ് ചുവട് രാജാക്കന്മാർ. അവരെന്തായിരുന്നു? ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളും ആയിരുന്നു. അവരിൽ പ്രധാനികളായിരുന്നു ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും. ഇവരെന്ത് ചെയ്തു? രാജാവിൻ്റെ അധികാരങ്ങളൊക്കെ ദൈവം തന്നതാണ്, അതുകൊണ്ട് രാജാവിൻ്റെ ദൈവത്തിന് മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ സ്വേച്ഛാധിപതിയായിട്ട് ഭരിച്ചു നടന്നു. അപ്പോൾ നമുക്ക് ഈ സ്വേച്ഛാധികാരങ്ങൾ എന്തെങ്കിലും നിയന്ത്രിക്കണം. അതിന് വേണ്ടിയിട്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ചാൾസ് ഒന്നാമൻ ഒപ്പുവയ്ക്കുകയാണ് ചെയ്യുന്നത് 1628. അദ്ദേഹം പിന്നീട് ഇത് ലംഘിച്ചു. ഇതിലെ കണ്ടീഷൻസൊക്കെ ലംഘിച്ചിട്ട് 11 വർഷം സ്വേച്ഛാധികാരിയായിട്ട് ഭരണം നടത്തി. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇംഗ്ലണ്ടിൽ നമ്മുടെ സ്കോട്ട്ലൻഡുമായിട്ട് യുദ്ധം വന്നു. ആ യുദ്ധത്തിന് എന്ത് വേണം? പൈസ വേണം അല്ലേ? അതിന് വേണ്ടിയിട്ട് പിന്നീട് പാർലമെൻറ്റ് വിളിച്ചു ചേർത്തിട്ട് നികുതി നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ 1640 മുതൽ 60 വരെ ഈ ഒരു പാർലമെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ അതാണ് ലോങ് പാർലമെൻറ്റ് അഥവാ നീണ്ട പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പാർലമെൻറ്റിലെ രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. അങ്ങനെ ഒരു ആഭ്യന്തര യുദ്ധം തന്നെയാണ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റ് വിഭാഗം എന്ത് ചെയ്യുന്നു? വിജയം നേടുന്നു. ഇങ്ങനെ അധികാരത്തിൽ വന്നൊരു വ്യക്തിയാണ് ഒലിവർ ക്രോംവെൽ. അദ്ദേഹം പക്ഷേ എന്ത് ചെയ്തു? തന്നെ എതിർത്ത മെമ്പർമാരൊക്കെ പുറത്താക്കിയിട്ട് ചെറിയൊരു റം പാർലമെൻറ്റായിട്ട് അയാളുടെ അനുയായികൾ മാത്രമുള്ളൊരു അവശിഷ്ട പാർലമെൻറ്റായിട്ട് അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? അടുത്ത സെറ്റിലേക്ക് പോവാം. ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് കോമൺവെൽത്ത് കാലഘട്ടം 1649 മുതൽ 58 വരെ. നമ്മൾ പറഞ്ഞു ഇയാൾ ആരാണ്? ലോർഡ് പ്രൊട്ടക്ടർ ആണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണമാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത് 1649 മുതൽ 58 വരെ. പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി സൈനികപരമായിട്ടല്ലേ, സ്വേച്ഛാധികാരി ആയതുകൊണ്ട് തന്നെ കുറേ കൂടി സ്വേച്ഛാധിപത്യം സൈനികപരമായിട്ടുള്ള കാലഘട്ടമായിരുന്നു അതും ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൊപ്പി നിൽക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അതും പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒലിവർ ക്രോംവെൽ അറിയപ്പെട്ട മറ്റൊരു പേരെന്താണ്? ലോർഡ് പ്രൊട്ടക്ടർ. അദ്ദേഹം അവിടെ നിന്ന് പോയി. അതിന് ശേഷം വന്ന ആളാണ് ചാൾസ് രണ്ടാമൻ. അപ്പോൾ ഇയാൾ പറ്റില്ല. പിന്നെ എന്ത് വേണം? രാജവാഴ്ച വേണമെന്ന് ആര് പറഞ്ഞു? ഈ പറഞ്ഞ മധ്യവർഗം പറഞ്ഞിട്ട് ആര് വരുന്നു? ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് വിഗും ടോറിയും. ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നതാണ് ജെയിംസ് രണ്ടാമൻ. അപ്പോൾ ചാൾസ് രണ്ടാമനെ തുടർന്ന് ആര് വരുന്നു? ജെയിംസ് രണ്ടാമൻ വരുന്നു. ജെയിംസ് രണ്ടാമൻ കൈക്കൊണ്ട സ്വേച്ഛപരമായ നടപടികൾ രാജാവും പാർലമെൻറ്റുമായി വീണ്ടും തർക്കത്തിനിടയാക്കുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ തന്നെയാണ് രാജാധികാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് ആരെ കൊണ്ടുവന്നത്? നമ്മുടെ ഒലിവർ ക്രോംവെല്ലിനെ കൊണ്ടുവന്നു. പക്ഷെ പുള്ളി ഭയങ്കരമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? പിന്നെ രാജാവിനെ സഹികെട്ട് വിളിച്ചു വരുത്തി. പക്ഷെ ഇയാളും എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് സ്വേച്ഛാപരമായിട്ടുള്ള നടപടികളാണ് കൈക്കൊണ്ടത്. ജെയിംസ് രണ്ടാമൻ കൈക്കൊണ്ട സ്വേച്ഛപരമായ നടപടികൾ രാജാവും പാർലമെൻറ്റുമായി വീണ്ടും തർക്കത്തിനിടയാക്കുന്നു. ഇതേ തുടർന്ന് ആര് പോയി? ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പോയി. തുടർന്ന് ജെയിംസ് രണ്ടാമൻ്റെ മക്കളായ മേരി രണ്ടും ഭർത്താവ് ഓറഞ്ചിലെ വില്യം മൂന്നിനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിട്ട് പാർലമെൻറ്റ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിനെ നിയന്ത്രണത്തിലുള്ള ഒരു രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ചു. പാർലമെൻറ്റ് നിയന്ത്രിക്കുന്നു ഉണ്ടെങ്കിലും അവിടെ എന്താണ്? രാജവാഴ്ചയാണ് നടക്കുന്നത്. നമുക്കറിയാം ഇംഗ്ലണ്ടിൽ ഒരു രാജ്ഞിയുണ്ട്, പക്ഷേ അതൊരു ഡമ്മി പോലെ ഇരിക്കുന്നത് അല്ലേ. അതവർക്ക് പ്രത്യേകിച്ചുള്ളൊരു അധികാരങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ രാജവാഴ്ച ഉണ്ട്, എന്നാൽ പാർലമെൻറ്റും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ രാജാവിനെ സ്വേച്ഛാധിപത്യത്തെ അവസാനിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ഒരു രാജവാഴ്ചയ്ക്കാണിത് തുടക്കം കുറിച്ചത്. അപ്പോൾ ആരൊക്കെയാണ് ആ വ്യക്തികൾ? മേരി രണ്ടും ഓറഞ്ചിലെ വില്യം മൂന്നും. ഈ അധികാര കൈമാറ്റത്തെ എന്ത് പറയുന്നു? രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നു. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹാംപ്റ്റൺ ആണ്. രക്തച്ചൊരിച്ചിലോ ഒന്നും ഇല്ലാതെ ഉള്ളൊരു അധികാര കൈമാറ്റമായതുകൊണ്ട് തന്നെ ഇത് രക്തരഹിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. ഇതോടെ ഇംഗ്ലണ്ട് ഫ്യൂഡൽ ഭരണം ദുർബലമാവുകയും രാജാധികാരം പാർലമെൻറ്റിൻ്റെ കൺട്രോളിൽ വിധേയമാവുകയും ചെയ്തു. രാജഭരണത്തിന് മേൽ പാർലമെൻറ്റിൻ്റെ നിയന്ത്രണം നടപ്പിലാക്കിയത് പുതുതായി നിർമ്മിച്ച നിയമങ്ങളുടെ ഒരു പരമ്പരയിലൂടെ ആയിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. 1689 ബിൽ ഓഫ് റൈറ്റ്സ് ആണ് രാജഭരണത്തിന് മേൽ പാർലമെൻറ്റിൻ്റെ നിയന്ത്രണം നടപ്പിലാക്കിയത് പുതുതായി നിർമ്മിച്ച നിയമങ്ങളുടെ ഒരു പരമ്പരയിലൂടെയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ബിൽ ഓഫ് റൈറ്റ്സ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കളയാം.
രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ആര് വന്നു? ഒലിവർ ക്രോംവെൽ വന്നായിരുന്നു അല്ലേ? പക്ഷെ അദ്ദേഹവും ഇത് തന്നെ ചെയ്തത് കൊണ്ട് ഒരു കോമൺവെൽത്ത് കാലഘട്ടമാണ് നടന്നത്. അതുപോലെ ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന് ശേഷം പിന്നീട് ആര് പിന്നെയും വന്നു? രാജാവ് പിന്നെയും വരികയാണ് ചെയ്യുക. ചാൾസ് രണ്ടാമൻ വന്നു. അക്കാലത്തുണ്ടായ രാഷ്ട്രീയ കക്ഷികളാണ് വിഗും ടോറിയും. ചാൾസ് രണ്ടാമനെ തുടർന്ന് വന്ന ആളാണ് ജെയിംസ് രണ്ടാമൻ. അദ്ദേഹം ഇതുപോലെ തന്നെ സ്വേച്ഛാപരമായിട്ട് നടപടികൾ കൈക്കൊണ്ടത് കൊണ്ട് തന്നെ അദ്ദേഹം ഫ്രാൻസിലേക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ജെയിംസ് രണ്ടാമൻ്റെ മക്കളായിട്ടുള്ള ആര് വരുന്നു? മേരി രണ്ടും ഓറഞ്ചിലെ വില്യം മൂന്നും വരുന്നു. അങ്ങനെയാണ് നമ്മുടെ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ചിട്ട് പാർലമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ഒരു രാജവാഴ്ച തുടക്കം കുറിക്കുന്നത്. ഈ ഒരു അധികാര കൈമാറ്റത്തെയാണ് രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. ഈ ഒരു പദം ആരാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ജോൺ ഹാംപ്ടൺ ആണ്. ഇതോടെ എന്ത് ചെയ്തു? നമുക്ക് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പരമ്പര, അത് നിയമങ്ങളുടെ ഒരു പരമ്പര വന്നിട്ട് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണം രാജഭരണത്തിൻ്റെ മേൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു. ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ അവിടെ കിരീടാവകാശിയാകാൻ കഴിയുമായിരുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു പാർലമെൻറ്റ് കൺട്രോളുള്ള ഒരു രാജവാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരായിരിക്കും കിരീടാവകാശിയാവുക? ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ അവിടെ കിരീടാവകാശിയാവാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപാദന രംഗത്ത് ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം. അപ്പോൾ ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവമൊക്കെ ഉദയം കൊള്ളുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇംഗ്ലണ്ടിൽ എന്ത് വന്നു? യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം കൊണ്ട് ഉൽപാദന രംഗത്ത് ഉണ്ടാക്കിയ മാറ്റങ്ങളെയാണ് വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. വ്യവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ടുണ്ടായ അതിൻ്റെ ഭാഗമായൊരു സംഭവമാണ് പീറ്റർലൂ കൂട്ടക്കൊല. വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചൊരു കണ്ടുപിടുത്തമാണ് ഫ്ലൈയിങ് ഷട്ടിൽ. ഫ്ലൈയിങ് ഷട്ടിലാണ് വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചൊരു കണ്ടുപിടുത്തം. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ചാൻസലറൈനിലെ കിങ്സ് ഹെഡ് ഭക്ഷണശാലയിൽ ഒത്തുകൂടിയിരുന്ന ഒരു ലണ്ടൻ രാഷ്ട്രീയ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്. അപ്പോൾ എന്താണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്, അല്ലെങ്കിൽ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ചാൻസലറൈനിലെ കിങ്സ് ഹെഡ് ഭക്ഷണശാലയിൽ ഒത്തുകൂടിയിരുന്ന ഒരു ലണ്ടൻ രാഷ്ട്രീയ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഹെയ് ആണ്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് കണ്ടുപിടിച്ചത്. അതുപോലെ ആവിയന്ത്രം ജെയിംസ് വാട്ടാണ്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ ആണ്. ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഫ്ലൈയിങ് ഷട്ടിൽ നമ്മൾ കൈകൊണ്ടല്ലേ കളിക്കുക. അപ്പോൾ ജോൺ ഹെയ് ആണ്. സ്പിന്നിങ് ജെന്നി, ഇപ്പോൾ ജെന്നിയും ജെയിംസും കണക്ട് ചെയ്യുക. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആവിയന്ത്രം ജെയിംസ് വാട്ടാണ്, അല്ലെ ജെയിംസ് വാട്ടാണ് ആവിയന്ത്രം. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ. ലോക്കോമോട്ടീവ് സ്റ്റീഫൻസൺ. ഓക്കെ. വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് വിശ്വചരിത്ര അവലോകനം, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. നമ്മൾ പഠിക്കാറുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കൃതിയാണ് വിശ്വചരിത്ര അവലോകനം എന്ന് പറയുന്നത്. വ്യവസായ വിപ്ലവത്തിൻ്റെ വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചാർലി ചാപ്ലിൻ്റെ ചിത്രമാണ് മോഡേൺ ടൈംസ്. നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ്? വ്യവസായ വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചാർലി ചാപ്ലിൻ്റെ ചിത്രമാണ് മോഡേൺ ടൈംസ്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ എൻഡിൽ എത്തിയിരിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാന കാര്യങ്ങളാണ്, ഇംഗ്ലണ്ടിലെ മതവിശ്വാസികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ കിരീടാവകാശിയാകാൻ പറ്റുള്ളൂ. അതുപോലെ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം, ഉൽപ്പാദന രംഗത്തുണ്ടായ മാറ്റങ്ങളെയാണ് വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായ സംഭവമാണ് പീറ്റർലൂ കൂട്ടക്കൊല. പിന്നെ വസ്ത്രനിർമ്മാണ രംഗത്തുണ്ടാക്കിയ ഒരു വിപ്ലവം സൃഷ്ടിച്ചൊരു സംഭവമാണ് ഫ്ലൈയിങ് ഷട്ടിൽ. അത് ആരാ കണ്ടുപിടിച്ചത്? ജോൺ ഹെയ് ആണ്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ചാൻസലറൈനിലെ കിങ്സ് ഹെഡ് ഭക്ഷണശാല ഒത്തുകൂടിയിരുന്ന ഒരു ലണ്ടൻ രാഷ്ട്രീയ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ ഹെയ് ആണ്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആവിയന്ത്രം ജെയിംസ് വാട്ടാണ്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ ആണ്. വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് വിശ്വചരിത്ര അവലോകനം. വ്യവസായ വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചാർലി ചാപ്ലിൻ്റെ ചിത്രമാണ് മോഡേൺ ടൈംസ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കേട്ടും കണ്ടുമൊക്കെ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.